Hello, Namaskaram. Welcome to my YouTube channel Story with Soumya. Today's video IRP കാർഡ് നമുക്ക് ഓൺലൈനായിട്ട് ISD പോർട്ടലിൽ റിന്യൂവലിന് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ളതാണ്. യൂസർ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് ഐറിഷ് ഇമിഗ്രേഷൻ സർവീസ് ഓൺലൈനിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ പ്ലീസ് വെരിഫൈ യുവർ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് വരും. നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിലിലോട്ട് ഒരു കോഡ് വരും. ആ കോഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാം. സോ ഹിയർ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റിന്യൂവൽസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം രജിസ്ട്രേഷൻ റിന്യൂവൽ ബിഗിൻ ആപ്ലിക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഫ്യൂ സ്റ്റെപ്സ്: ഡിക്ലറേഷൻ, ഡേറ്റ പ്രൈവസി നോട്ടീസ്, ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ്. ഇത്രയും കഴിയുമ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നത്. ഹിയർ ഫസ്റ്റ് ഡിക്ലറേഷനാണ്. ഇത് വായിച്ചതിന് ശേഷം താഴെ 2 ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഡേറ്റ പ്രൈവസി നോട്ടീസ് വായിച്ചതിന് ശേഷം താഴെ ഒരു ബോക്സ് ഉണ്ട്, ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇനി വരുന്നത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ്. അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, IRP കാർഡ് രജിസ്ട്രേഷൻ നമ്പർ, കറണ്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ട് IRP കാർഡിൻ്റെ, പിന്നെ നമ്മുടെ ഫുൾ നെയിം, ഫസ്റ്റ് നെയിമും സർനെയിമും, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോൺ നമ്പർ. നെക്സ്റ്റ് അഡ്രസ്സാണ്. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നാഷണാലിറ്റി ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇമിഗ്രേഷൻ പെർമിഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് സ്റ്റാമ്പിലോട്ടാണോ റിന്യൂ ചെയ്യുന്നത് അത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏത് സബ് കാറ്റഗറിയിലാണ് വരുന്നത് അത് സെലക്ട് ചെയ്യുക. പിന്നെ ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, ദെൻ അഡീഷണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുക്കുക. നെക്സ്റ്റ് ലാസ്റ്റായിട്ട് വരുന്നത് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാനാണ്. ഇവിടെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നത്. ഫസ്റ്റ് വരുന്നത് സിഗ്നേച്ചറാണ്. അത് അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. പിന്നീട് നമ്മുടെ പാസ്പോർട്ട്, IRP കാർഡ്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഞാൻ സബ്മിറ്റ് ചെയ്തത് പേ സ്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 3 മന്ത് പേ സ്ലിപ്പ്, എംപ്ലോയ്മെൻറ്റ് സമ്മറി റവന്യൂ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, എംപ്ലോയ്മെൻറ്റ് ലെറ്റർ എൻ്റെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അഡ്രസ് പ്രൂഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിൽസാണ് ഞാൻ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ വൺസ് ഓൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഫോം കൊടുക്കുക. നെക്സ്റ്റ് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാൻ പറ്റും. അത് റിവ്യൂ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാം. സോ ഹിയർ യുവർ ആപ്ലിക്കേഷൻ ഈസ് കംപ്ലീറ്റഡ്. നമുക്കൊരു മെയിൽ വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്കിതുപോലെ കാണാൻ പറ്റും. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും IRP കാർഡ് കിട്ടി. അവർ 10 to 15 ഡേയ്സാണ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് 10 to 15 ഡേയ്സിലാണ് നമുക്ക് IRP കാർഡ് കിട്ടുന്നത്. ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു ഫോർ വാച്ചിങ്.